ഇന്നലെ ഈ രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചത് എൻ്റെ ഭാര്യയ്ക്ക് ഷെയറുള്ള കമ്പനിയും EP ജയരാജൻ്റെ ഭാര്യയ്ക്ക് ഷെയറുള്ള കമ്പനിയും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് നടത്തിയാൽ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചത്. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, അങ്ങനെ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ രാജീവ് ചന്ദ്രശേഖർ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ റിട്ടേണിൽ നിരാമയ റിട്രീറ്റ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഓൺ ചെയ്യുന്ന കമ്പനിയാണെന്നുള്ളതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. നിരാമയ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആണെന്ന് തന്നെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനി ഇന്ന് 2011 അത് ഉദ്ഘാടനം ചെയ്തപ്പോൾ കോവളത്ത് ജമീല പ്രകാശ് MLA ഉദ്ഘാടനം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ഉദ്ഘാടനത്തിന്. അദ്ദേഹത്തിൻ്റെ റിട്ടേണിൽ പേരുണ്ട് നിരാമയ. ഞാൻ അതൊന്നും ഇല്ലാതെ ഉന്നയിക്കില്ല. ഞാൻ ആ തെളിവുകൾ മുഴുവൻ എടുത്തിട്ട് എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയുണ്ട്. നിരാമയയുടെ ജനറൽ മാനേജരും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും തൊട്ടപ്പുറത്ത് EP ജയരാജൻ്റെ കുടുംബാംഗങ്ങൾ നിൽക്കുന്ന പടമുണ്ട്. അതാരും ഫേക്ക് ഉണ്ടാക്കിയ പടമല്ല. ആ പടം പത്രങ്ങൾക്ക് നിരാമയ കൊടുത്തതാണ്. പിന്നെ ഇവരുടെ വൈദേകം റിസോർട്ടും അദ്ദേഹത്തിൻ്റെ നിരാമയ റിസോർട്ടും കൂടി ഒരുമിച്ച് നിരാമയ വൈദേകം റിസോർട്ടായി മാറി. അത് മാധ്യമങ്ങൾക്ക് മുഴുവൻ തന്നിട്ടുണ്ട്. ആ വിവരം അവർ തന്നിട്ടുണ്ട്. അതിൻ്റെ രേഖ വൈദേകം ജയരാജൻ്റെ അല്ല, എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് തന്നേക്കാമെന്ന് എന്നോട് പറഞ്ഞല്ലേ. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റി പറഞ്ഞു. പിന്നെ ജയരാജൻ വേറൊരു പണി ചെയ്തു. ഇവിടെ MP ഗോവിന്ദൻ മാഷിൻ്റെ ഈ ജാഥ നടക്കുന്ന സമയത്ത് ആ ജാഥയെ പങ്കെടുക്കാതെ എറണാകുളത്ത് വന്ന് ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയുടെ സപ്തതിയിൽ പങ്കെടുത്ത് അമ്മയ്ക്ക് ഷോൾ അണിയിച്ചു. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതേ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുക ദല്ലാൽ നന്ദകുമാർ, ഏത് നന്ദകുമാർ എനിക്കറിയില്ല. ഭയങ്കരം. ഇവരെയൊക്കെ എങ്ങനെ വിശ്വസിക്കും? എന്നിട്ട് LDFൻ്റെ കൺവീനർ പറഞ്ഞുകൊണ്ട് നടക്കുവാണ് BJP കലക്കും, BJP മിടുക്കന്മാർ സ്ഥാനാർത്ഥികളാണ്, ബിസിനസ് പാർട്ട്ണറെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളത് പറയാനുള്ള സാഹചര്യം. ഞങ്ങൾക്ക് നേരത്തെ അറിയാം, ഞങ്ങളത് പറയാൻ സാഹചര്യം ഉണ്ടാക്കിയത്. BJPയുടെയും CPMൻ്റെയും നേതാക്കന്മാർ തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്ന തരത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടിക്കൊന്നും ഇതിൻ്റെ അകത്ത് യാതൊരു കാര്യമില്ലേ? CPM പിണറായി വിജയൻ അറിഞ്ഞിട്ടില്ലേ? കേരളത്തിൽ ഈച്ച പറഞ്ഞ അറിയേണ്ട ആളല്ലേ? ഇൻ്റലിജൻസ് ഉള്ളതല്ലേ? സ്പെഷ്യൽ ബ്രാഞ്ച് ഉള്ളതല്ലേ? എല്ലാ ദിവസവും റിപ്പോർട്ട് വന്നതല്ലേ? കേരളത്തിലെ LDFൻ്റെ കൺവീനറും BJPയുടെ കേന്ദ്രമന്ത്രിയും തമ്മിലൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? ഉറപ്പായിട്ട് അറിഞ്ഞാണ്. അറിഞ്ഞാലും മിണ്ടൂല്ല, അതൊരു ബന്ധം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. ഒരിടനിലക്കാരനും കൂടി ആയല്ല ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ എന്താ?